ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോപ്സീസ്. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ കല്യാണം രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ കൊല്ലത്ത് ശക്തികുളങ്ങര വെച്ചായിരുന്നു കല്യാണം. അപ്പോൾ ഈവനിങ് റിസപ്ഷന് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. എന്നെ കഴിഞ്ഞ് അരമണിക്കൂർ മുമ്പ് ചേട്ടൻ റെഡിയായിട്ട് നിന്നെയാണ്. ഇത്രയും നേരം ആൾ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേനാണ് ഷർട്ട് പോരെന്ന് പറഞ്ഞിട്ട് പിന്നെ ഷർട്ട് മാറ്റാനായിട്ട് പോയി. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങി. ആകപ്പാടെ ഷർട്ടും എടുത്തിട്ട് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും സമയം എടുക്കുന്നത്. ആ സമയം കൊണ്ട് നമ്മൾ മുഖത്ത് എന്തെല്ലാം വരുത്തേക്കും. നമ്മളെ കാത്ത് ചേട്ടൻ്റെ ഫ്രണ്ട്സ് 2-3 പേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയപ്പോഴത്തേനെ അവരോട് വിട്ടോളം പറഞ്ഞു. നൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ബൈക്കിലായതുകൊണ്ട് തന്നെ ഏതൊക്കെയോ ഊടുവഴി കയറിയിട്ട് ഞങ്ങൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. റിസപ്ഷൻ നടക്കുന്നത് കാവനാടുള്ള ഈ ഹോട്ടൽ SA അപ്പുറത്ത് എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് മാഞ്ഞു പോയാൽ തോന്നുന്നുണ്ട്. ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് അങ്ങാണ്ടായിരുന്നു അത്. പിന്നെ നമ്മളെ ഗ്യാങ്ങിനെ ആരെയും പുറത്ത് കാണാത്തതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് നിന്നിട്ട് അവരെ വിളിച്ച് ചോദിച്ച് എവിടെയാണെന്ന് അറിഞ്ഞിട്ടാണ് അത് കയറിയത്. നമ്മൾ എന്നപ്പോഴത്തേനും ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളും പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ചെക്കനെ പിന്നെ ഒന്ന് വിഷ് ചെയ്തിട്ട് ഞങ്ങൾ ഇനി പോയിരുന്നു കേട്ടോ. പിന്നെ അവർ ഫ്രണ്ട്സ് മാത്രം നിന്നിട്ട് സെൽഫി ഒക്കെ എടുത്തിട്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടു. പിന്നെ ഇതാണ് ജിംറൂട്ടൻ, നമ്മളെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ് കേട്ടോ. അവനെ വേറെ എന്തിനു വിളിച്ചിട്ട് വന്നില്ലേലും ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞാൽ അവൻ ഓടിയെത്തും. പിന്നെ ഞങ്ങളെല്ലാം ഒരിടത്താക്കിയിട്ട് ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എങ്ങോട്ടോ മുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ പോലും കിട്ടില്ല ഒരെണ്ണത്തിന്. പിന്നെ അവരെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. എന്നിട്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ പോയി ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ വീഡിയോ എടുക്കുന്നത് ഇവരാരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസ് എനിക്ക് വേണ്ടത് കിട്ടിയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ ഇടുന്നതായതുകൊണ്ട് അത്യാവശ്യം വൃത്തിയുള്ളതൊക്കെ എടുത്ത് ഇടണേന്ന് നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വാഷ്റൂമിൽ പോയി നല്ലൊരു സെൽഫി അങ്ങ് എടുത്തിട്ടോ. പുറത്തങ്ങ് സ്ഥലമില്ലാഞ്ഞിട്ടല്ല, നല്ലൊരു മിറർ കണ്ടപ്പോഴത്തേനും ഒരു നല്ല സെൽഫി എടുത്തതേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോഴത്തേന് ഐസ്ക്രീമും പോപ്കോണും പിന്നെ കോട്ടൺ ക്യാൻഡിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നേരത്തേക്ക് ആയിരുന്നെങ്കിൽ ഇതെല്ലാം ഓരോന്ന് വാങ്ങിച്ച് കഴിച്ചേനെ. ഇപ്പോൾ ഈ ഷുഗർ കട്ടിനെ കുറിച്ചൊക്കെ നല്ല അവബോധം ഉണ്ടായതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇച്ചിരി ഒന്ന് കുറച്ചിട്ടുണ്ട്. പിന്നെ ആ പയ്യൻ നിന്ന് കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കുന്ന കണ്ടപ്പോഴത്തേന് ആദ്യം ഒരു രസം തോന്നിയിട്ടൊന്ന് ചെയ്ത് നോക്കിയതാ. ഫസ്റ്റ് അറ്റംപ്റ്റ് പാളിപ്പോയെങ്കിലും സെക്കൻഡ് അറ്റംപ്റ്റ് ഓക്കെ കേട്ടോ. അടുത്തോട്ട് വെച്ച് കറക്കാതെ ഇച്ചിരി ദൂരോട്ട് മാറ്റി വെച്ച് കറക്കിയപ്പോഴേ അത്യാവശ്യം ഇച്ചിരി വലുപ്പത്തിൽ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഒരാവേശത്തിന് കറക്കി വലുതാക്കി എടുത്തെങ്കിലും ഇത് കഴിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് വാങ്ങിച്ചുകൊണ്ട് ജിംറൂട്ടൻ്റെ അടുത്ത് വന്നപ്പോഴത്തേന് അവന് പോലും കോട്ടൺ ക്യാൻഡി വേണ്ടായിരുന്നു. അവനാകപ്പാട് ഇവിടെ വന്നിട്ട് ഈ ഒരു ഐസ്ക്രീം മാത്രമാണ് കഴിച്ചത്. കുറച്ചു നേരം കൈ ഇരുന്നപ്പോഴത്തേനെ കോട്ടൺ ക്യാൻഡി അലിഞ്ഞ് എൻ്റെ ഡ്രസ്സിലൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ എവിടെയെങ്കിലും ബെല്ല് കേട്ട് കഴിഞ്ഞാൽ ബോംബെ പൂടെ വരുന്നതെന്ന് പറഞ്ഞിട്ട് എവിടെന്നെങ്കിലും ചില്ലറ തപ്പിപ്പിടിച്ച് പോയി വാങ്ങിക്കാൻ ഓടുന്ന ആൾക്കാരാണ് ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് കളയുന്നത്. എന്താല്ലേ ഇപ്പോഴത്തെ ചെറിയ പിള്ളേരാണെങ്കിലും ഇത്തരത്തിലുള്ള മധുരങ്ങളൊക്കെ കഴിക്കുന്നത് ഭയങ്കര കുറവാണ്. അവർ കൂടുതൽ ഈ എരിയുള്ള അല്ലെങ്കിൽ സോസ് ഒഴിച്ച സാധനങ്ങളോടാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് താഴെ വന്നപ്പോഴത്തേനാണ് ഈ ഫാമിലിയെ കണ്ടത് കേട്ടോ. ജിംറൂട്ട് മുകളിൽ വെച്ചിട്ട് ഈ മോളെ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ എത്തിയപ്പോഴത്തേന് ആ കൊച്ചിനെ വിടുന്നേ ഉണ്ടായിരുന്നില്ല, അവളെ പുറകെ തന്നെ ആയിരുന്നു. പിന്നെ വന്ന പാടെ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളെ അവിടെ നിർത്തിയിട്ട് പോയ ഭർത്താക്കന്മാരെ പിന്നെ കണ്ടു കിട്ടുന്നത് ഇപ്പോഴാണ് കേട്ടോ. പിന്നെ സ്ഥിരം പല്ലവി ഉണ്ടല്ലോ, 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും, ഞങ്ങൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങളവിടെ പോസ്റ്റ് ആക്കി ഇരുത്തിയിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഞാനും ജിംറൂട്ടനൂടെ അവിടെ കാപ്പി കുടിക്കാനായിട്ട് മുകളിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോഴല്ലേ ഞങ്ങൾ അവിടെ പോസ്റ്റ് എടുപ്പിച്ചതിൻ്റെ കാര്യം മനസ്സിലായി. ഒരുവിധം പാട്ടുമേളം എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേനെ 10-11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരെയും വിളിച്ച് പറക്കി പോകാനുള്ള തിരക്കിലായി കേട്ടോ. ചേട്ടൻ പിന്നെ ആ ഡാൻസ് കളിക്കുന്ന കൂട്ടത്തിലൊന്നും നോക്കണ്ട കേട്ടോ. അത്യാവശ്യം ആൾ നല്ലൊരു ഇൻട്രോവേർട്ടാണ്. എല്ലാം നമ്മളെ ഫ്രണ്ട്സ് തന്നെ ആണെങ്കിലും അത്രയും കംഫർട്ട് സോൺ ആണെങ്കിൽ മാത്രമേ ചേട്ടൻ ഡാൻസ് കളിക്കുന്നത് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ.